ഓം ശാന്തി. ഒരുപാട് പേരായി എന്നോട് ചോദിക്കുന്നത്, ഒരു കാര്യം ലോ ഓഫ് അട്രാക്ഷൻ വഴി അച്ചീവ് ചെയ്തു, നേടിയെടുത്തു, പക്ഷേ അത് വളരെ വേഗം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. ചില റിലേഷൻസ് ഫോൺ ചെയ്തു, അടുത്തു വന്നു, അതുപോലെ തന്നെ അകന്നുപോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ പരിശ്രമം മാക്സിമം നന്നായി ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല? ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉദാഹരണമായിട്ടൊന്ന് കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതൊരു കർഷകൻ്റെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്ത് ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം എന്ത് വിത്ത് വിതയ്ക്കുന്നോ അതാണ് എനിക്ക് കിട്ടുന്ന ഫലം എന്നുള്ള കാര്യത്തിലേക്ക് യാതൊരു സംശയവുമില്ല. ഒരു കർഷകനോട് നിങ്ങൾ പറഞ്ഞു നോക്കിയേ, നിങ്ങൾ നെൽവിത്ത് വിതച്ചിട്ട് ഗോതമ്പ് കൊയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല, അയാൾ പറയും നെല്ലിട്ടാൽ എനിക്ക് നെല്ലേ കിട്ടൂ. അത് എങ്ങനെയുള്ള വിത്തിടുന്നോ അതുപോലുള്ള ഫലേ കിട്ടൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അതെ, ഏത് ടൈപ്പ് തോട്ട്സ് ആണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആധാരത്തിലായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഫലം നമുക്ക് വന്നു ചേരുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എന്തുകൊണ്ട് അത് എൻ്റെ അടുത്ത് തങ്ങി നിന്നില്ല? കാരണം അതിൻ്റെ ഫ്രീക്വൻസി ലെവൽ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്. ഒരു ലക്ഷ്യം നേടണം എന്ന് കരുതിക്കൊണ്ട് അതിനുവേണ്ടി കഠിന പരിശ്രമം ചെയ്യുന്ന സമയത്ത് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ആ ലക്ഷ്യം എന്ന കാര്യം മാത്രമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ഡ്രീം. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ, മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ, നിരാശ വരാതിരിക്കാൻ, നമ്മൾ അമിതമായിട്ട് ആഗ്രഹിക്കാതിരിക്കാൻ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ ആ റിസൾട്ട് നേടിക്കഴിഞ്ഞ ശേഷം അതിനെ മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിലുള്ള ഫ്രീക്വൻസി ലെവൽ നിങ്ങൾക്ക് എത്തും വരെ, അഥവാ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മൾ തോറ്റുപോവുകയാണ്. അതുകൊണ്ടാണ് നേടിയെടുത്ത പലതും നമ്മുടെ കയ്യിൽ നിന്ന് അതുപോലെ തന്നെ വഴുതി പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇത്ര കാലം ചെയ്തിട്ടും എനിക്ക് വന്നിട്ടില്ല? നമുക്കൊരു കർഷകനോട് ചോദിച്ചു നോക്കിയേ, അയാൾ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരും. ഒരു നെല്ലാണ് വിതച്ചതെങ്കിൽ 2, 3, 4 മാസം, എത്ര മാസമാണെങ്കിൽ ഈ മാസം കഴിഞ്ഞിട്ടേ അതിൻ്റെ വിളവ് കിട്ടൂ എന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. ഒരു തെങ്ങിൻ്റെ വിത്താണ് നട്ടതെങ്കിൽ അത്ര കാലം കഴിഞ്ഞിട്ടേ എനിക്ക് ഫലം കിട്ടൂ എന്നറിയാം. ഒരു കാശിത്തുമ്പ ചെടിയാണ് ഞാൻ വിതയ്ക്കുന്നതെങ്കിൽ അത് വളരെ വേഗം വരുമെന്നും വളരെ വേഗം അത് കഴിയുമെന്നും അറിയാം. ഓരോ ചെടിക്കും ഓരോ വിത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയം, ആ വിത്തിട്ട ശേഷം പിറ്റേ ദിവസം അതിൻ്റെ ഫലം കിട്ടണം എന്നൊരു കർഷകനും ആഗ്രഹിക്കാറില്ല. വിത്തിടുന്നതിൻ്റെയും വിളവെടുക്കുന്നതിൻ്റെയും ഇൻ ബിറ്റ്വീനുള്ള ടൈം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടറിയാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ സങ്കല്പമാകുന്ന വിത്ത് വിതച്ച് വിളവെടുക്കുന്നതിനേക്കാൾ ഇൻ ബിറ്റ്വീനിലെ ടൈം എത്രയെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ആ വിത്ത് പാകമാകുമ്പോൾ ആ പഴം താഴേക്ക് വീഴുക തന്നെ ചെയ്യും. എങ്ങനെയാണോ ഭൂഗുരുത്വാകർഷണത്തിലൂടെ പാകമാകുന്ന പഴങ്ങൾ താഴേക്ക് വീഴുന്നത്, അതുപോലെ നമ്മുടെ മാനിഫെസ്റ്റേഷനിലൂടെ എൻ്റെ മനസ്സിലെ സങ്കല്പം ആ ഫ്രീക്വൻസിയിൽ എത്തുന്ന നിമിഷം ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്നത്തിൻ്റെ ഫ്രീക്വൻസിയും എൻ്റെ മനസ്സിനുണ്ടാവുന്ന ഫ്രീക്വൻസിയും ദ സെയിം ലെവലിൽ കൂട്ടിനൂട്ടുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ ആ നിമിഷം ആ കാര്യം സത്യമായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അഥവാ ഞാൻ മാനിഫെസ്റ്റേഷൻ നടത്താൻ നോക്കിയിട്ടും ഇനിയും അത് നടക്കുന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം എൻ്റെ ഡ്രീമിന് ഞാൻ കാണുന്ന ആ ഫ്രീക്വൻസിയിലേക്ക് എനിക്ക് ഇനിയും എത്തേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടി എനിക്ക് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഇതൊരു കർഷകന് പോലും അറിയുന്ന കാര്യമാണ്. വിത്തിട്ട് കഴിഞ്ഞ സമയമാവുമ്പോഴാണ് അതിൻ്റെ വിളവെടുക്കാൻ പറ്റൂ. നെല്ല് നന്നായി കതിര് വന്ന് പാല് വെക്കുന്ന സമയത്ത് കൊയ്തെടുത്താൽ അതൊരിക്കലും നെല്ലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏതൊരു സങ്കല്പവും നമ്മൾ ചെയ്ത ശേഷം ആ സങ്കല്പത്തിന് വേണ്ടി നിരന്തരമായി പരിശ്രമിച്ച് എപ്പോഴാണോ നമ്മുടെ ഫ്രീക്വൻസി അതിൻ്റെ ഫ്രീക്വൻസി ലെവലിലേക്ക് എത്തുന്നത് ആ നിമിഷം നമ്മുടെ ലൈഫിൽ ആ കാര്യം നടന്നിരിക്കുക തന്നെ ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, പ്രോസസ്സ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാം, ഒരു വിത്തിട്ടത് കൊണ്ട് മാത്രം ഒരിക്കലും എനിക്ക് ഫലം കിട്ടില്ല. അതിന് വെള്ളവും വളവും എല്ലാം കൊടുത്ത് നിരന്തരം നനച്ചു പരിശ്രമിക്കുമ്പോഴാണ് നല്ല വിളവ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ആകുന്ന വിത്തിട്ട ശേഷം നിരന്തരമായിട്ടുള്ള പ്രൊസീജിയറിലൂടെ അതേത് ടൂൾ നിങ്ങൾ സ്വന്തമാക്കുമ്പോഴും നിരന്തരമായിട്ടത് ചെയ്തുകൊണ്ടിരിക്കാനും ആ ലക്ഷ്യം നമ്മുടെ അടുത്തേക്ക് റിസൾട്ടായിട്ട് വരും വരെ ഒരു യാതൊരു വിധത്തിലുള്ള മടിയും കൂടാതെ ക്ഷമയോടെ ചെയ്യാനുള്ള ഒരു ശക്തി നമ്മൾ കാണിച്ചേ പറ്റൂ. ആ പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ഡ്രീം നമുക്ക് ലൈഫിലേക്ക് പ്രാക്ടിക്കലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, വിത്ത് വിതയ്ക്കുമ്പോൾ എല്ലാ വിത്തുകളും ഒരു കർഷകനോട് ചോദിച്ചു നോക്കി, 500 നെല്ലാണ് മുളച്ചു വരാനുള്ള ഏരിയ ഉള്ളതെങ്കിൽ അയാൾ ഒരു 600-700 മണിയെങ്കിലും വിതയ്ക്കും. കാരണം എല്ലാ വിത്തും ഒരുപോലെ മുളയ്ക്കാറില്ലെന്നറിയാം. ഒരു പക്ഷേ ചില സങ്കല്പങ്ങൾ, ചില ഡ്രീമുകൾ നടക്കാതിരിക്കുന്ന
മുളയ്ക്കുന്നതിലായിരിക്കും നമ്മുടെ മംഗളം ഉണ്ടാവുക. അവിടെ നമ്മൾ ആ വിത്ത് മുളച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കാതെ അങ്ങനെ ഒരു ഘട്ടം വന്നു എന്ന് വെച്ചാൽ അത് വേസ്റ്റായിട്ടുള്ള വിത്താന്ന് വിചാരിച്ച് വിട്ടുകളയുക, പുതിയൊരു സങ്കല്പവുമായിട്ട് മുന്നോട്ട് പോവുക. അവിടെ നിങ്ങൾക്ക് വേണ്ട ജീവിതത്തിൽ വേണ്ട കാര്യം പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നിരന്തരമായിട്ട് കൊണ്ടുവരുന്നെങ്കിൽ, പോസിറ്റീവ് എനർജി നിരന്തരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേതെങ്കിലും വിതച്ചു പോയ പാഴ്വിത്തുകൾ മുളച്ചു വന്നാലും അത് മുറിക്കപ്പെട്ടു പോവും, അത് കരിഞ്ഞു പോവും, നല്ല ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇടുന്ന വിത്ത് നല്ല വിത്തിടാനും ആ വിത്തിട്ട ശേഷം അതിന് വേണ്ടതായിരിക്കുന്ന പ്രോസസ്സിലൂടെ നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് അതിന് എനർജി കൊടുത്തുകൊണ്ടേ ഇരിക്കാനും ക്ഷമയോട് കൂടിയിട്ട് നമുക്ക് കാത്തിരിക്കാനും ആ വിത്തിൻ്റെ ഫലം വരുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവൽ, ഫ്രീക്വൻസി ലെവൽ താഴ്ന്നു പോകാതെ ആ പോസിറ്റിവിറ്റിയുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാ വിത്തും മുളയ്ക്കാതിരിക്കുന്നതിലാണ് നല്ലത് എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ യാതൊരു സംശയവുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം നേടാൻ പറ്റും. അതിലൊരു സംശയവുമില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ച് നിരാശ നമ്മളെ പിന്നോട്ട് കൊണ്ടുപോകും. ആ പിന്നോട്ട് പോവാതെ മുന്നോട്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.